ഹലോ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് സെന്റൻസ് പാർട്ട് 4 ആണ്. സിമ്പിൾ സെന്റൻസ്. സിമ്പിൾ സെന്റൻസ് എന്ന് പറയുന്നത് എന്തായിരുന്നു? കണക്റ്റിംഗ് വേർഡ്സ് സാധാരണ വരാറില്ല. സാധാരണ സെന്റൻസുകളിൽ കോമ കാണില്ല. സിമ്പിൾ സെന്റൻസ്. ഇൻസ്പൈറ്റ് ഓഫ് ഓർ ഡെസ്പൈറ്റ് വരുന്നവ സിമ്പിൾ സെന്റൻസ് ആയിരിക്കും. ഇൻസ്പൈറ്റ് ഓഫ് ഓർ ഡെസ്പൈറ്റ് വരുന്നവ സിമ്പിൾ സെന്റൻസ് ആയിരിക്കും. വേർബ് പ്ലസ് ing തുടങ്ങുന്നവ ഓർ ബീയിങ് വരുന്നവ ഇവയെല്ലാം സിമ്പിൾ സെന്റൻസ് ആയിരിക്കും. ഇൻസ്പൈറ്റ് ഓഫ് ഓർ ഡെസ്പൈറ്റ് എന്ന് പറയുന്നത് വരുന്നവ സിമ്പിൾ സെന്റൻസ് ആയിരിക്കും. അതേപോലെ വേർബ് പ്ലസ് ing തുടങ്ങുന്നവ ഓർ ബീയിങ് വരുന്നവ ഇവയെല്ലാം സിമ്പിൾ സെന്റൻസുകൾ ആയിരിക്കും. ടു ടു ഇന്നഫ് ടു ഇവ വരുന്നവ ടു ഡാഷ് ടു ഇന്നഫ് ഡാഷ് ടു ഇവ വരുന്നവ സിമ്പിൾ ആയിരിക്കും. കോമ്പൗണ്ട് സെന്റൻസുകൾ ഏതൊക്കെയാണ്? കോമ്പൗണ്ട് സെന്റൻസിൽ ഏതൊക്കെയാണ് വരിക? ആൻഡ്, സോ, ബട്ട്, യെറ്റ്, therefore, nevertheless, not only but also, or, whereas, consequently, neither nor, either or, as well as, both and ഇവ വരുന്നവ കോമ്പൗണ്ട് സെന്റൻസ് ആയിരിക്കും. നെക്സ്റ്റ് കോംപ്ലക്സ് സെന്റൻസ് ആണ്. കോംപ്ലക്സ് സെന്റൻസിൽ ഏതൊക്കെ വരിക? ദാറ്റ്, ആസ് ബിഫോർ, ആഫ്റ്റർ, because, though, although, even though, when, so that, as soon as, only if, unless, if ഇവ വരുന്നവ കോംപ്ലക്സ് സെന്റൻസുകൾ ആയിരിക്കും. റിലേറ്റീവ് പ്രൊനൗൺസ് ആയ ഹൂ, ഹൂസ്, ഹൂം, വിച്ച്, വെൻ, വേർ, വൈ എക്സെട്ര വരുന്നവയും കോംപ്ലക്സ് സെന്റൻസ് ആയിരിക്കും. താഴെ കൊടുത്തിരിക്കുന്നവ സിമ്പിൾ, കോംപ്ലക്സ്, കോമ്പൗണ്ട് എന്ന് തരംതിരിക്കുക. ഓക്കെ. റിലേറ്റീവ് പ്രൊനൗൺസ് ആയ ഹൂ, ഹൂസ്, ഹൂം, വിച്ച്, വെൻ, വേർ, വൈ എക്സെട്ര വരുന്നവയും കോംപ്ലക്സ് സെന്റൻസ് ആയിരിക്കും. ഓക്കെ. She spoke so fast that we could not follow her. കോംപ്ലക്സ് ആണ്. സോ ദാറ്റ് കോംപ്ലക്സ് ആണ്. പ്രാക്ടീസ് റെഗുലർലി ഓർ യു കനോട്ട് ബിക്കം എ ഗുഡ് അത്ലീറ്റ്. കോമ്പൗണ്ട് ആണ്. കോമ്പൗണ്ട് ഓർ വരുന്നുണ്ട്. ഓക്കെ. ഇൻസ്പൈറ്റ് ഓഫ് ഹിസ് പോവർട്ടി ഹീസ് ഹാപ്പി. സിമ്പിൾ ആണ്. ഇൻസ്പൈറ്റ് ഓഫ്. ഓക്കെ. സീയിങ് ദി പോലീസ്മാൻ ദി തീഫ് റാൻ അവേ. സിമ്പിൾ ആണ്. ing സീയിങ് വരുന്നുണ്ട്. ഓക്കെ. ബാർക്കിംഗ് ഡോഗ്സ് സെൽഡം ബൈറ്റ്. സിമ്പിൾ അല്ലേ? സിമ്പിൾ. നോ കോമ ഓർ കൺജങ്ഷൻ ആണ്. ഓക്കെ. ആറാമത്തെ, ഇറ്റ് ഈസ് എ മാറ്റർ ദാറ്റ് ഡിസേർവ്സ് അറ്റൻഷൻ. ദാറ്റ് എന്ന് പറയുന്നത് കോംപ്ലക്സ് അല്ലേ? ദാറ്റ് കോംപ്ലക്സ്. ഏഴാമത്തത്, ഐ വാസ് ഷോക്ക്ഡ് വെൻ ഐ ഹേർഡ് ദി ന്യൂസ്. 7 കോംപ്ലക്സ് ആണ്. വെൻ റിലേറ്റീവ് പ്രോനൗൺ ആണ്. വെൻ. ഓക്കെ. ഹി ഈസ് ടു ടയേർഡ് ടു വാക്ക്. ടു സിമ്പിൾ ആണ്. സിമ്പിൾ. ഓക്കെ. ഹി ഈസ് എ ചീറ്റ്. therefore no one likes him. 9 കോമ്പൗണ്ട് ആണ്. therefore എന്ന് വരുന്നുണ്ട്. therefore ഹിസ് ആബ്സെൻസ് ഈസ് ഡ്യൂ ടു ഇൽനെസ്. 10 സിമ്പിൾ ആണ്. നോ കോമ, നോ കൺജങ്ഷൻ. ഓക്കെ. അടുത്തത് കോമ്പൗണ്ട് കോംപ്ലക്സ് സെന്റൻസ് ആണ്. കോമ്പൗണ്ട് കോംപ്ലക്സ് സെന്റൻസ്. 2 മെയിൻ ക്ലോസും ഒന്നോ അതിലധികമോ സബോർഡിനേറ്റ് ക്ലോസും ഉണ്ടായിരിക്കും. എക്സാമ്പിൾ, വെൻ ഐ ഹേർഡ് ദി ക്രൈ, ഓർ ഐ റാൻ ടു സ്പോട്ട്, ഓർ ആൻഡ് സേവ്ഡ് ദി ചിൽഡ്രൻ. വെൻ ഐ ഹേർഡ് ദി ക്രൈ സബോർഡിനേറ്റ് ആണ്. ഐ റാൻ ടു സ്പോട്ട് മെയിൻ ആണ്. വെൻ ഐ ഹേർഡ് ദി ക്രൈ സബോർഡിനേറ്റ്. ഐ റാൻ ടു സ്പോട്ട് മെയിൻ. സേവ് ദി ചിൽഡ്രൻ മെയിൻ. 2 മെയിനും ഒരു സബോർഡിനേറ്റും. ചേഞ്ച് ദി ഫോളോയിങ് സെന്റൻസ് ഇൻ ടു എ കോമ്പൗണ്ട് സെന്റൻസ്. ഹി ഈസ് ആബ്സെന്റ് ബിക്കോസ് ഹി ഈസ് ഇൽ. He is ill because he is absent. Being ill, he is absent. His absence is due to illness. He is ill, so he is absent. D ആണ് ഉത്തരം. He is ill, so he is absent. ഓക്കെ. ഇത് കോമ്പൗണ്ട് സെന്റൻസ് ആണ്. ചേഞ്ച് ഇൻ ടു എ കോംപ്ലക്സ് സെന്റൻസ്. കോംപ്ലക്സ് സെന്റൻസ് എങ്ങനെ എഴുതുന്നത്? ഓക്കെ. അടുത്തത്. ഓക്കെ. താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ് മീ. വിൽ സീ നെക്സ്റ്റ് വീഡിയോ. ബൈ.